എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിലുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും എളുപ്പത്തിൽ നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒട്ടും പേടിക്കേണ്ട. സാധാരണ നമ്മൾ ചോറും കറി ഉണ്ടാക്കുന്നതിന് എളുപ്പത്തിൽ നമുക്ക് ഗസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കൈമ അരി അല്ലെങ്കിൽ ജീരകശാല റൈസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി ഗീ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് അധികം പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ആകെ 2 മീഡിയം സൈസിലുള്ള സവാളയുള്ളി മാത്രം മതി. ഇത് 2 രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഒരെണ്ണം കുറച്ച് കനത്തിൽ ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ തിന്നായിട്ട് തീരെ കനം കുറച്ചിട്ട് ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കില്ലേ, അതുപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേണം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല മണമുള്ള നല്ല ടേസ്റ്റൊക്കെയുള്ള അരിയില്ലേ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 200 ഗ്രാം ഉണ്ട്. അപ്പോൾ 400 ഗ്രാം അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 240 ml കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോയിൽ നിന്നും കുറച്ച് കുറവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ അരി കുതിർക്കേണ്ടതൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് കഴുകി പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു വലിയ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോടൊപ്പം തന്നെ ഞാൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്, പാതി. നെയ്ച്ചോറായതുകൊണ്ട് തന്നെ 2-3 ടീസ്പൂണെങ്കിലും നമ്മൾ നെയ്യ് ഉപയോഗിക്കുക. ഇതിലേക്ക് നമുക്ക് നല്ലൊരു മണത്തിനായിട്ട് 3 ഏലയ്ക്ക, 2-3 കഷ്ണം ചെറിയ പട്ട, 3-4 ഗ്രാമ്പു, ഒരു വലിയ ബേ ലീവ്സ്, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മണം വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കനത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കനത്തിലല്ല, സാധാരണ നമ്മൾ കറിക്കൊക്കെ അരിയുന്ന പോലെ കനത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നേർത്ത് വരുന്നിടവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കളർ മാറേണ്ട ഒരാവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നാലും മതിയാകും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി വേവാനും പാകത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് അളവിനുള്ള വെള്ളം, അതായത് 2 കപ്പിന് 3.5 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചോറിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഉപ്പ് രസം മുന്നിൽ നിൽക്കണം, എങ്കിലേ ചോറിന് കറക്റ്റ് ഉപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നണം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. കഴുകി വാർത്ത് വെച്ച് കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. ഈ കൈമ റൈസ് നമ്മൾ കുതിർത്തതല്ല, പെട്ടെന്നൊന്ന് കഴുകിയെടുത്ത് വാർത്ത് വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം. ഇനി നമുക്ക് കുക്കർ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. വിസിൽ വെക്കുന്നില്ല. ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് നല്ലപോലെ ആവി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നല്ല ഫോഴ്സിൽ ആവി വരാനായിട്ട് തുടങ്ങും. ഇതുപോലെ സേഫ്റ്റി വാൽവ് മുകളിലേക്ക് നിൽക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ സേഫ്റ്റി വാൽവ് മുകളിലേക്ക് വന്നില്ലെങ്കിലും വിഷമിക്കേണ്ട. ആവി വരാൻ തുടങ്ങി ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വെയിറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഹൈയിൽ വേണം വെക്കാനായിട്ട്. വെയിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളിത് വിസിൽ കേൾക്കാനും വിസിലടുപ്പിക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ആവി വന്ന് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വെയിറ്റ് വെച്ച് കൊടുക്കുക. വെയിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഇതിവിടെ അങ്ങനെ ഇരുന്നൊന്ന് കുക്കാകട്ടെ. അപ്പോൾ 10 മിനിറ്റ് കുക്കറിൽ അരി അവിടെ ഇരുന്ന് തനിയെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചെറിയ പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഞാൻ കറുത്ത മുന്തിരി ഗോൾഡൻ റൈസിൻസും രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മുന്തിരിയൊക്കെ നല്ല വീർത്ത് വരും. ഇനി നമുക്കിതിലേക്ക് നല്ല നേർത്ത് തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഈ സവാളയുള്ളി വറുത്തെടുക്കുന്നത്. ഈ ഒരു നിറം ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അരിഞ്ഞതിന് ശേഷം കൈവച്ചൊന്ന് ഞെവിടിയായിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഓരോന്നോരോന്ന് വിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇങ്ങനെ സവാളയുള്ളി വറുത്ത് വെക്കുന്നത് നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഫ്രീസറിൽ സിപ്ലോക്ക് ബാഗിൽ എത്ര നാൾ വേണേലും ഇരുന്നോളൂ. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് ആവിയൊക്കെ മൊത്തം പോയിട്ടുണ്ടായിരുന്നു കുക്കറിൽ. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. എന്താ മണമെന്നറിയാവോ? അപ്പോൾ ചോറങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ തടിത്തവി അല്ലെങ്കിൽ ഇതുപോലെ സിലിക്കണിൻ്റെ തവി യൂസ് ചെയ്യാവുന്നതാണ്. അത് അടിയിലൊന്നും തീരെ വെള്ളമില്ല. നമ്മുടെ ചോറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1-2 ടീസ്പൂൺ
അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ചൊരു 5 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിരിക്കാം. ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് വെക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിയുടെ ഒരു മണമൊക്കെ റൈസിലേക്കൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. മലബാർ ക്യൂസീൻ്റെയൊക്കെ ക്യൂനായിട്ടുള്ള ആബിദ മാമിൻ്റെ ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അളവൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.